കനലിൽ ചുട്ടെടുത്ത മുളക്, അതായത് വിറകടുപ്പിലെ തീയിൽ അതിൻ്റെ കനലിനകത്ത് ചുട്ടെടുത്ത മുളക് കൊണ്ടരച്ച് ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പക്ഷേ ഇന്ന് എവിടെ ഇരിക്കുന്ന വിറകടുപ്പ്? വിറകടുപ്പില്ലാത്ത വീടുകളിലും ഗ്യാസ് അടുപ്പ് വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാവുന്ന രീതിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് കണ്ടോ? ഇതേപോലെ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വൃത്തിയാക്കിയ മുളക് സൈഡിലിങ്ങനെ വെച്ച് ചൂടാക്കാം. ചൂടാക്കുന്ന സമയത്ത് കൈ പൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു സൈഡ് ഇതേപോലെ ഇപ്പോൾ കാണിക്കാം. കണ്ടോ? ഇതേപോലെ ഒരു സൈഡ് മൂത്ത് കഴിയുന്ന ഉടനെ അങ്ങേ തിരിച്ചും വെക്കണം. മനസ്സിലായോ? സാധാരണ ഓരോരുത്തർ ഗ്യാസ് അടുപ്പിൽ വെച്ച് ഇങ്ങനെ ചൂടാക്കാറുണ്ട്. അത് ഒന്നീ വറുത്തെടുക്കും എണ്ണയൊഴിച്ച്, അല്ലെങ്കിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിമിലോട്ട് പിടിക്കും. ഫ്ലെയിമിൽ പിടിച്ചാൽ എന്താണെന്ന് പറഞ്ഞാലും ഒരു പുകയുടെ ചെവ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്കറിയാം. പക്ഷെ ഇങ്ങനെ വെച്ചാൽ ഒരിക്കലും പുകയുടെ ചെവ ഉണ്ടാകത്തില്ല. നമ്മൾ വിറകിൻ്റെ കനലിനകത്തിട്ട് മുളക് ചുട്ടെടുത്ത അതേ ടേസ്റ്റ് തന്നെയാണ്. ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ മിക്കവാറും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇങ്ങനാണ്ട് ഇതേപോലെ ഇപ്പോൾ ഞാൻ ഒടിച്ച് കാണിക്കാം, നോക്കിക്കോണം നിങ്ങൾ. കണ്ടോ? നമ്മൾ കനലടുപ്പിലിട്ട് അത് ഒടിച്ചെടുക്കുന്ന പോലെ അതേപോലെ അത് പൊടിഞ്ഞു വരും. ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വലിയ ഓനക്കാര്യമാണെന്നൊന്നും അല്ല. ഇതൊരു ചെറിയ റെസിപ്പിയാണ്. പക്ഷേ ഇത് നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ച് നമുക്ക് വിറകടുപ്പിൻ്റെ കനലിലോട്ട് മുളക് ചുടുന്നത് പോലെ എങ്ങനെ ചുടാം എന്ന് ഇത് ഞാൻ ഇപ്പോൾ പാചകമൊക്കെ പഠിക്കുന്ന കുഞ്ഞുമക്കൾ ഒരൊറ്റയ്ക്ക് ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. കണ്ടോ? മുളക് മിക്സിയുടെ ജാറിലിട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു, ആവശ്യത്തിന് പുളി, ചെറിയൊരു പുളി, ചുമന്നുള്ളി ഇട്ട്, എന്നിട്ട് വേണ്ടത് ക്രഷ് ചെയ്തെടുക്കണം. പക്ഷേ ഒരു കാര്യം, ഉള്ളി ഇടുന്ന സമയത്ത് വലിയ ഉള്ളിയാണെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുന്ന, ചിലപ്പോൾ ഉള്ളി അരയാൻ അതിങ്ങനെ അരയാതെ ഇങ്ങനെ കിടക്കാറുണ്ട്. ചിലപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് വേണ്ട. ഇതേപോലെ ഒന്ന് ആയി കഴിയുന്ന ഉടനെ ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം, കറക്റ്റ് ഉപ്പുണ്ടോ എന്ന്. എന്നിട്ട് ഇത് ഞാനുണ്ടല്ലോ, എൻ്റെ കൈയുടെ കുഴയ്ക്ക് വേദനയായതുകൊണ്ട് എളുപ്പപ്പണി ചെയ്തതാണ്. നിങ്ങളും പെട്ടെന്ന് അത്യാവശ്യത്തിനൊന്ന് തീരുമാനം എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളതിൽ ചിലവയില്ലാത്തവർക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാലും മതി. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്ത് കൈ മുറിയാതെ ശ്രദ്ധിച്ചോണം കുഞ്ഞുങ്ങളെ. എന്നിട്ട് ഇതേപോലെ ഇട്ട് ജാറ് അടച്ച് ഇതുപോലെ തിരിച്ചിട്ട് കറക്കണം 2-3 തവണ. മനസ്സിലായോ? ഒത്തിരി അങ്ങ് അരഞ്ഞു പോയ ചമ്മന്തി കൊള്ളത്തില്ല. തിരിച്ചിട്ട് കറക്കി പിന്നെ നമ്മളിത് തുറന്നെടുത്തിട്ട് വീണ്ടും ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നുകൂടെ ഒന്ന് ഒരു മിക്സിക്കകത്ത് തിരിച്ചിട്ടൊന്ന് കറക്കി കഴിഞ്ഞാൽ ഉപ്പും പുളിയും മുളകും എല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.